ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് രാജേഷിന് പോകണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഡ്രോയിങ് ക്ലാസ്സിന് പോകണമായിരുന്നു 10 മണിക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് മാഗിയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അവളെ ഡാൻസിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് വരുമ്പോൾ രാജേഷ് പോത്തിറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയില്ലേ, മറ്റേ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഇതാ കുറേ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് എടുത്ത്, അപ്പോൾ ഇത് ചെറിയുള്ളി ആണെങ്കിലും കാണാൻ കുറച്ച് വലിപ്പമുണ്ട്. പിന്നെ അത് കട്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മളെ ക്രഷ്ഡ് ചില്ലിയുമാണ്, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ്. പിന്നെ വെളിച്ചെണ്ണേനകത്താണ് ഇതാക്കേണ്ടത്. അങ്ങനെ ഞാൻ അതൊക്കെ അടുപ്പിൽ വെച്ച്. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊരു വെള്ളമൊന്നും ഒഴിച്ചില്ല, കാരണം ഇതിനകത്തുനിന്ന് നല്ല നെയ്യ് ഇറങ്ങുമല്ലോ. പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തില്ല, കാരണം കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്തുകൊണ്ടിരിക്കലാണ്. കറി ആവുന്ന ഇടയിൽ ഇതും ഞാനൊന്ന് സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കറി ആയി വന്നിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയിട്ട് നോക്കുമ്പോൾ എന്താ പറയുക, നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കുമ്പം വലിയ ടേസ്റ്റും ഇല്ല. എന്താ പറയുക, എന്തോ ഒരു പോലെ തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു രീതിയിലുള്ള കറി. കോണമില്ല ഗൈസ്. നമ്മളതുകൊണ്ട് കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ട് ഇതെന്താ എല്ലാവരും ഇത്ര ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ ആക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പോത്തിൻ്റെ കറി വെക്കാൻ വലിയ ധാരണയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. ഇനി എനിക്കറിയില്ല. എന്നിട്ട് നമ്മൾ മീറ്റ് മസാല ഇട്ട് പിന്നെ കുറച്ച് വേവലും കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ലോണം തന്നെ മീറ്റ് മസാലയും ഇട്ട് പിന്നെ അതൊന്നും കൂടി വേവിച്ചെടുത്ത്. അപ്പം നോക്കുമ്പോൾ നല്ല അടിപൊളി കറിയായിട്ട് വന്ന്. അതിൻ്റെ ഇടയിൽ നമ്മൾ പൊറോട്ടയൊക്കെ ആക്കി അടിച്ച് അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ആക്കിയതിന് ശേഷം നല്ല അടിപൊളി പൊറോട്ടയും കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മഴയും, പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല സെറ്റപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പം കണ്ടൊരു ഫോൺ വരുന്നു. അപ്പോൾ എന്താ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരാഴ്ച പോയി വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇതെന്താന്നുള്ളത്. ആൾക്കറിയായിരുന്നു, ആളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, അതായിരുന്നു. ഞാനിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ഓർഡർ ചെയ്ത് അടിപൊളിയായി. എന്നിട്ട് നമ്മളിത് അൺബോക്സ് ചെയ്യലാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് എന്താ പറയുക, നമ്മൾ വേറെ കുറേ ആൾക്കാർ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫില്ലിങ് ഇല്ലേ, അത് കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല ഗ്രീൻ കളറുമാണ് തോന്നിയിട്ടുള്ളത്. ഇനി അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. പിന്നെ ചോക്ലേറ്റും അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇവൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ് ആയതുകൊണ്ട്, നമുക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.